ആലപ്പുഴയിൽ മരം വീണ് പരിക്കേറ്റയാൾ മരിച്ചു. ഉനൈസാണ് മരിച്ചത്. 109 വീടുകൾ തകർന്നു. 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആലപ്പുഴയിൽ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അനഘ ഹർഷൻ, ആലപ്പുഴയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണോ? ജില്ലയിലെ കാലാവസ്ഥ എങ്ങനെ? ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. നിലവിൽ ഇന്നലെയും ഇന്നുമായിട്ടുള്ള മഴയിലും കാറ്റിലും 108 വീടുകളാണ് തകർന്നിരിക്കുന്നത്. ഇതിൽ പകുതിയിലധികം വീടുകളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ജില്ലയിൽ നിലവിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ 10 കുടുംബങ്ങളിലായി 28 പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. നിലവിൽ ഇടവിട്ട് മഴ പെയ്യുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്ക സാധ്യതയുമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ദുരന്ത നിവാരണ സംഘം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവർ രാവിലെ കുട്ടനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി പരിശോധന അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടി ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള വിവിധ ഇടങ്ങളിൽ ഈ സംഘം പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല ഈ ഓഗസ്റ്റ് 31 വരെ ഈ കേന്ദ്ര ദുരന്ത നിവാരണ സംഘം ഈ കുട്ടനാട് ഭാഗത്ത് തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ഇന്നലെ മട്ടാഞ്ചേരി പാലത്തിന് സമീപത്ത് വെച്ച് മരക്കൊമ്പ് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഉനൈസ് എന്ന യുവാവ് മരിച്ചു. ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഉനൈസിനും ഭാര്യയ്ക്കും മരക്കൊമ്പ് വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഏറെ നിർധന കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് യുനൈസ്. അതുകൊണ്ട് തന്നെ വലിയ സങ്കടകരമായ ഒരു വാർത്തയാണ്. മറ്റൊന്ന് പുന്നപ്ര പൂമീൻ ഭാഗത്ത് തിരമാല വലിയ രീതിയിൽ തീരപ്രദേശത്തേക്ക് അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രദേശത്ത് ഏകദേശം ഒരു 50ഓളം വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ വലിയ ഭീതിയിലാണ് അവിടെ ഇപ്പോഴും കഴിയുന്നത്. മറ്റൊന്ന് ജില്ലയിലെ 4 സ്ഥലങ്ങളിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യവും ഇവിടെയുണ്ട്. സുജയ. ഓക്കെ, അനഘ ഹർഷനാണ് ആലപ്പുഴയിലെ വിവരങ്ങൾ നൽകിയത്.